ഹലോ ഓൾ വെൽക്കം ടു പി കെ ലേണിങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ സെക്ഷൻ എടുക്കാൻ പോവാണ് PYQ സീരീസിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വർഷം കുറച്ചും കൂടി സിമ്പിളർ ആണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും കൂടുതലാണ്. പെർ സെക്ഷൻ നോക്കിയാൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലാണ്. 2021 നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ നാഷണൽ ഇൻകം GST എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ്. ഇതിൽ കുറച്ച് കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ NNP at factor cost from the following data. NNP at market price is given as Rs 5,000 crore. Indirect taxes are given as 400 crores and subsidies is given as Rs 200 crore. ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 5,600 crore, ഓപ്ഷൻ ബി 5,200 crore, ഓപ്ഷൻ സി 4,800 crore ആൻഡ് ഓപ്ഷൻ ഡി 4,400 crore. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? NNP at ഫാക്ടർ കോസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ബേസിക് ഡാറ്റ പഠിച്ച് പോകുന്ന സമയത്തല്ല, നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്താണ് GDP GNP ഒക്കെ എന്താണെന്ന് പഠിച്ചതിന് ശേഷം ഇതൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള റിയലിസ്റ്റിക് സെനാരിയോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ചോദ്യം വന്നാൽ, ഇനിയത്തെ കാലത്താണെങ്കിലും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ച ഇക്വേഷനിൽ നിന്നും ഇതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം തന്നെ NNP at ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നിലവിൽ തന്നിരിക്കുന്ന ഡാറ്റ നോക്കുക. NNP at മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, കൂടാതെ ഇൻഡയറക്റ്റ് ടാക്സ് തന്നിട്ടുണ്ട്, സബ്സിഡി തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും എങ്ങനെ NNP at ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാം എന്നാണ് ചോദ്യം. അപ്പോൾ പ്രധാനമായിട്ടും NNP at ഫാക്ടർ കോസ്റ്റ് എന്താണെന്ന് അറിയണം, NNP at മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് അറിയണം, ഇതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് അറിയണം. നമുക്കിതൊന്നും മുഴുവനായിട്ട് നോക്കാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതെങ്ങനെയാണ് ചെയ്തത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് നോക്കുക. മാർക്കറ്റ് പ്രൈസ് ഈസ് ദ പ്രൈസ് കൺസ്യൂമേഴ്സ് പേ ഇൻ ദ ഷോപ്പ് വിച്ച് ഇൻക്ലൂഡ്സ് ടാക്സസ് ആൻഡ് എക്സ്ക്ലൂഡ്സ് സബ്സിഡീസ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് എവിടെ കൊടുക്കുന്നതാണ്? ഷോപ്പിൽ കൊടുക്കുന്ന പൈസയാണ്. എവിടെ? ടാക്സുകളും സബ്സിഡികളും ഉണ്ടാവുന്നുണ്ട്. ഏതിൽ നിന്നും? ഫാക്ടർ കോസ്റ്റിൽ നിന്നും. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് വേജസ്, റെന്റ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ബിഫോർ ദ ഗവൺമെന്റ് ആഡ്സ് ദ ടാക്സസ് ആൻഡ് ഗിവിംഗ് സബ്സിഡീസ്. അപ്പോൾ ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന തുക എത്രയാണോ അതിൻ്റെ ചിലവ്, ആ ചിലവിനാണ് നമ്മൾ എന്ത് പറയുക? ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാം. നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് അവിടെ എത്ര ചിലവ് വരുന്നുണ്ട് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എന്നുള്ളതിനെയാണ് നമ്മൾ പ്രധാനമായിട്ട് എന്ത് പറയുക? ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഫാക്ടർ കോസ്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരാൾ ഇത് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ഗവൺമെന്റ് എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ സോപ്പ്, ചീപ്പ് എന്ത് മേടിച്ചാലും അതിനകത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു GST ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടാക്സ് എമൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മളാണ് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് ഇത് ഇൻഡയറക്റ്റ് ടാക്സ് ആയതുകൊണ്ട് കളക്ട് ചെയ്യുന്ന ആൾ പിന്നെ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് കൊടുക്കുന്നു. പക്ഷേ ആരുടേതിൽ ഇൻസിഡന്റ് ആണ്? പ്രധാനമായിട്ടും ഇത് കസ്റ്റമേഴ്സിലാണ് ഇത് ഇൻസിഡന്റ് ആയിട്ടുള്ളത്. കസ്റ്റമേഴ്സ് ഇത് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ, ഇത് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇയാൾ ഇത് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ടാക്സസ് വരുന്നത്. എന്നാൽ ചില പ്രൊഡക്ഷൻസിനൊക്കെ ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നുണ്ട്? സബ്സിഡി കൊടുക്കും. എന്തിനാണ് സബ്സിഡി കൊടുക്കുന്നത്? പ്രൊഡക്ഷൻ കൂട്ടുകയോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ഒരു മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവർക്ക് പ്രൊഡക്ഷൻ കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സബ്സിഡി കൊടുക്കും. സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് കുറച്ച് കോസ്റ്റ് ഗവൺമെന്റ് അടയ്ക്കുന്നു. അപ്പോൾ ഇവരുടെ മൊത്തം ചിലവിൻ്റെ ഒരു കുറച്ച് കോസ്റ്റ് സബ്സിഡി ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവർക്ക് ചിലവ് കുറയും. അപ്പോൾ സബ്സിഡി എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ടാക്സ് കൂട്ടുമ്പോൾ സബ്സിഡി ഇവർക്ക് ആനുകൂല്യമായിട്ട് മാറുന്നു. പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കുറച്ച് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ രണ്ട് അഡീഷണൽ ഫാക്ടർ വരുന്നു. ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അതിൽ സബ്സിഡി എമൗണ്ട് കിട്ടുമ്പോൾ ചിലവ് കുറയുകയും ടാക്സ് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് ഈ പറയുന്ന ചിലവ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫാക്ടർ കോസ്റ്റിൻ്റെ കൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ടാക്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് മൈനസ് ചെയ്യണം? സബ്സിഡി അതിനകത്ത് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. സബ്സിഡി ഗവൺമെന്റ് ഇങ്ങോട്ട് കാശ് തരുമ്പോൾ നമ്മുടെ ചിലവ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറയ്ക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ ഫാക്ടർ കോസ്റ്റിൽ നിന്ന് മാർക്കറ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടി എന്താണ്? നമ്മൾ ആദ്യം ഫാക്ടർ കോസ്റ്റിനോട് ടാക്സ് ആഡ് ചെയ്തിട്ട് സബ്സിഡി കുറയ്ക്കുന്നു. ഈ ടാക്സ് ആഡ് ചെയ്ത് സബ്സിഡി കുറയ്ക്കുന്നതിനാണ് നമ്മൾ നെറ്റ് ടാക്സ് എന്ന് പറയുന്നത്. നെറ്റ് എമൗണ്ട്, ഈ ടാക്സിലെ നെറ്റ് എമൗണ്ട് എത്രയാണോ അത് നമ്മൾ എന്തിൽ ആഡ് ചെയ്യുന്നു? ഫാക്ടർ കോസ്റ്റിൽ ആഡ് ചെയ്യുന്നു. സബ്സിഡി കുറച്ചേ ഉണ്ടാവുള്ളൂ, ടാക്സ് ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ വരിക. അപ്പോൾ നെറ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ T-S ആണ്. അതായത് ടാക്സ് കൂട്ടിയിട്ട് സബ്സിഡി കുറയ്ക്കുന്ന എമൗണ്ടിനാണ് നെറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻഡയറക്റ്റ് ടാക്സ് ആയിരിക്കും ഉണ്ടാവുക. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആയിരിക്കും. അന്നേരം നമുക്ക് എന്ത് ചെയ്യും? മാർക്കറ്റിൽ ഇത് ഇറങ്ങുമ്പോൾ എത്ര രൂപയായി എന്നുള്ളതാണ്. ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പൈസേനേക്കാളും മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ എത്ര പൈസയായി എന്നുള്ള വ്യത്യാസത്തിനാണ് പ്രധാനമായിട്ടും ഇത് കാണിക്കുന്നത്. അപ്പോൾ ഫാക്ടർ കോസ്റ്റിൽ നിന്ന് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കുന്നതും മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഫാക്ടർ കോസ്റ്റിൽ നിന്ന് ടാക്സ് കൂട്ടി സബ്സിഡി കുറയ്ക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഇനി മാർക്കറ്റ് പ്രൈസിൽ നേരെ തിരിച്ച് എന്ത് കൂട്ടണം? സബ്സിഡി കൂട്ടി ടാക്സ് കുറയ്ക്കുമ്പോൾ നേരെ തിരിച്ച് എന്ത് കിട്ടും? ഫാക്ടർ കോസ്റ്റ് കിട്ടും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക.
To get back to the original production cost, you must take the market price and subtract the net indirect taxes, which is indirect tax minus subsidy. നമ്മളിപ്പോൾ പറഞ്ഞ ഫാക്ടർ തന്നെയാണ് ഇത് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. 5000 ആണ് നെറ്റ് NNP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി NNP എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആദ്യം ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു. GDP, GNP അതൊക്കെ ഓർമ്മയുണ്ടോ? GDP ഉണ്ട്, GNP ഉണ്ട്, NDP ഉണ്ട്, NNP ഉണ്ട്. ഇതാദ്യം ഓർമ്മയുണ്ടെന്ന് നോക്കുക. GDP എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കുള്ളിൽ ഒരു വർഷം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഗുഡ്സിൻ്റെ പ്രൈസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം മൂല്യം എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പണമൂല്യം. അതാണ് GDP വരുന്നത്. GNP എന്ന് പറയുമ്പോൾ എന്തായി? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റായി. അതായത് എന്ത് വ്യത്യാസം വരും? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് വ്യത്യാസം വരും. എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ഇന്ത്യയിലുള്ള വിദേശികളുടെ പണം കുറയ്ക്കുന്നു. GDP യിൽ നിന്നും ഇന്ത്യയിലുള്ള വിദേശികളുടെ പണം കുറച്ചിട്ട് പുറത്തുള്ള ഇന്ത്യക്കാരുടെ, ഇന്ത്യൻ വംശജരല്ല ഇന്ത്യക്കാരായ പുറത്തുള്ള ആളുകൾ സമ്പാദിക്കുന്ന പൈസ ഉണ്ടാവും. അപ്പോൾ ദുബായിലും ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. ഇവർ സമ്പാദിക്കുന്ന പൈസ കൂട്ടുകയും ഇന്ത്യയിലുള്ള വിദേശികൾ പുറത്തുനിന്ന് അയക്കുന്ന പണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ വിദേശികളുടെ പൈസ കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇനി NDP എന്ന് പറഞ്ഞാലോ, GDP യിൽ നിന്ന് ഡിപ്രസിയേഷൻ കുറയ്ക്കുമ്പോഴായിരിക്കും, തേയ്മാനം കുറയ്ക്കുമ്പോൾ നമുക്ക് NDP കിട്ടും. GNP യും തേയ്മാനം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? NNP കിട്ടും. നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് NNP ആണ്. NNP ആയിട്ട് ഫാക്ടർ കോസ്റ്റ് ആണ്. NNP ആയിട്ട് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്നും എന്ത് വരുന്നു? തേയ്മാനം കുറയ്ക്കുന്നു. നമ്മൾ നാഷണൽ ഇൻകം ആയിട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നു. അതായത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, അതായത് ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം പണം എത്രയാണോ, പണമൂല്യം എത്രയാണോ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ, അതിൻ്റെ പണമൂല്യം അതിന് തേയ്മാനം കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് NNP എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ NNP ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് എത്ര ചിലവ് വരുന്നുണ്ടോ അതാണ് ഫാക്ടർ കോസ്റ്റ്. മാർക്കറ്റിലേക്ക് ഇറക്കി കഴിയുമ്പോൾ സബ്സിഡി എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു, ടാക്സ് കൂട്ടുന്നു. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ലൂ വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? NNP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 5000 കോടിയാണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 400 കോടിയാണ്. സബ്സിഡി എന്ന് പറയുന്നത് എത്രയാണ്? 200 കോടിയാണ്. അപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടാക്സും സബ്സിഡിയും കൂടെ ചേർന്നുള്ളൊരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ടാക്സ് കൂട്ടുകയും എന്ത് കുറയ്ക്കുകയും ചെയ്യണം? സബ്സിഡി കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു. അപ്പോൾ 400 മൈനസ് 200 ചെയ്തു. 400 എന്ന് പറയുന്നത് എന്തായിരുന്നു? അവിടുത്തെ ടാക്സ് എമൗണ്ട് ആയിരുന്നു. സബ്സിഡി എന്ന് പറയുന്നതോ ഗവൺമെൻറ് കൊടുത്ത പൈസ, അത് കുറയ്ക്കണം, ചിലവിൽ നിന്ന് കുറയ്ക്കണമല്ലോ. 200 കുറച്ചു. അപ്പോൾ നമുക്ക് 200 രൂപ കിട്ടി. ഈ 200 രൂപയാണ് എത്രയെന്ന് പറയുന്നത്? 200 രൂപയാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ 200 കോടി രൂപയാണ്. ഇനി ഫൈനൽ ഫോർമുല നമ്മൾ അപ്ലൈ ആണ്. NNP ആയിട്ട് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ പറഞ്ഞു, നമ്മുടെ കയ്യിലുള്ള ഡാറ്റ എന്താണ്? NNP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് ആണ്. ഈ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ പറയുന്ന ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുകയാണ്. ഫാക്ടർ കോസ്റ്റിൽ നിന്നാകുമ്പോൾ കൂട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇവിടെ ആകുമ്പോൾ നേരെ തിരിച്ചു കുറച്ചു. അപ്പം 5000 നിന്നും നമ്മൾ എന്ത് ചെയ്തു? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടുള്ള എമൗണ്ട് ആയിട്ടുള്ള 200 കുറച്ചു. അപ്പോൾ നമുക്ക് 4800 കോടി രൂപയാണ് കിട്ടിയത്. 4800 കോടി രൂപയാണ് പ്രധാനമായിട്ടും കിട്ടിയത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇക്വേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഒന്നും ഇല്ല. നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുള്ളൂ. ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഞാനാണ് ഇത് പറഞ്ഞത്. നമ്മൾ ആദ്യം തന്നെ GDP ഓർത്തെടുത്തു. അവിടുന്ന് GDP യിൽ തേയ്മാനം കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? GDP യിൽ തേയ്മാനം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? NDP കിട്ടും. പിന്നെ GNP ഉണ്ട്. GNP യും തേയ്മാനം കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? NNP കിട്ടും. ഇനി GDP യിൽ നിന്നും GNP കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, NFI എന്ന് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. NFI എന്ത് ചെയ്തു? അതായത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ, പുറത്തുള്ള ആളുകൾ സമ്പാദിക്കുന്നത് ഇങ്ങോട്ട് കൂട്ടുകയും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വിദേശികളുടെ പണം കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ്, അതാണ് നമ്മൾ എന്ത് പറയുക? NFI എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ GNP എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അപ്പോൾ ഈ 4 ഡാറ്റ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. അതിൽ നിന്നും നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്താണെന്നും ഫാക്ടർ കോസ്റ്റ് എന്താണെന്നും പറഞ്ഞു. ഫാക്ടർ കോസ്റ്റിൽ നിന്നും എന്ത് കൂട്ടുന്നു? ടാക്സ് കൂട്ടി സബ്സിഡി കുറയ്ക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നു. ഇനി മാർക്കറ്റ് പ്രൈസിൽ നിന്നും നേരെ തിരിച്ച് ഇവിടെ ഫാക്ടർ ഇതിൽ നിന്ന് എന്ത് കൂട്ടി? ടാക്സ് കൂട്ടുകയായിരുന്നു, സബ്സിഡി കുറയ്ക്കുകയായിരുന്നു. ഇവിടെ വരുമ്പോഴോ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ ടാക്സ് കുറച്ച് സബ്സിഡി കൂട്ടുന്നു. അപ്പോൾ നമുക്ക് ഫാക്ടർ കോസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ടാക്സ് എമൗണ്ടും ഈ പറഞ്ഞ സബ്സിഡി തമ്മിലുള്ളതിനെ മൊത്തത്തിൽ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, NIT എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഫാക്ടർ കോസ്റ്റിൽ നിന്ന് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനായതുകൊണ്ട് നമ്മൾ കുറച്ചു. അപ്പോൾ നമുക്ക് 5000 മൈനസ് 200 എന്ത് ചെയ്തു? 4800 കോടി കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതേപോലെ ഒരു അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ GDP ആയിട്ട് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ GDP നേരത്തെ നമ്മൾ NNP കണ്ടുപിടിച്ചത്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് GDP ആയിട്ട് ഫാക്ടർ കോസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ എഴുതാൻ നോക്കുക. GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുന്നു. GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിപ്രസിയേഷൻ കുറയ്ക്കുന്നു.
GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് കൂട്ടുന്നു? നെറ്റ് പ്രൊഡക്റ്റ് ടാക്സ് കൂട്ടുന്നു. GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുന്നു. അപ്പോൾ നമുക്കറിയാം GDPയിൽ നിന്ന് ഡിപ്രസിയേഷൻ കുറച്ച് എന്താ കിട്ടുക? ഗ്രോസ് മാറി നെറ്റ് ആവും. ഗ്രോസ് എമൗണ്ടും നെറ്റ് എമൗണ്ടും അറിയാലോ, ഗ്രോസും നെറ്റും എമൗണ്ടും. ഗ്രോസ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് നമ്മളൊരു കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അതിലുള്ള ഒഴിവാക്കലുകളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. മുഴുവനായിട്ട് നമ്മുടെ കണ്ണിപ്പെടുന്നത് എന്താണ്? അത് മുഴുവനായിട്ട് ഇങ്ങനെ വാരി വലിച്ച് കൂട്ടിയെടുക്കുന്നതിനാണ് ഗ്രോസ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഗ്യാസ് കുറ്റിയൊക്കെ വീട്ടെടുക്കുന്നുണ്ടെങ്കിൽ അറിയാം, അതിനകത്ത് ഗ്രോസ് വെയിറ്റും നെറ്റ് വെയിറ്റും ഉണ്ടാവും. ഗ്രോസ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനായിട്ട് നമുക്ക് എത്ര എടുക്കുന്നുണ്ടോ അതാണ്, അതായത് അതിലുള്ള ഗ്യാസിന്റെ എമൗണ്ട് എത്രയാണ്, അതിന്റെ കുറ്റിയുടെ വെയിറ്റ് എത്രയാണ് നമ്മൾ കൂട്ടിയിട്ടാണ് നമ്മൾ ഗ്രോസ് എന്ന് പറയാം. ഈ നെറ്റ് എന്ന് പറഞ്ഞാലോ ഈ പറയുന്ന ഉള്ളിലുള്ള കണ്ടന്റ് എത്രയാണോ അതിന് മാത്രമാണ് നമ്മൾ നെറ്റ് എന്ന് പറയാം. അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് എന്താണോ റിക്വയർമെന്റ് ഉള്ളത് അത് മാത്രം കൂട്ടുന്നതിനാണ് നമ്മൾ നെറ്റ് എമൗണ്ട് എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഗ്രോസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എന്തിനായിരുന്നു? നമ്മളിവിടെ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്, നമ്മൾ അതിനെ ഒഴിവാക്കുന്നില്ല. അതിൽ നിന്ന് തേയ്മാനം സംഭവിക്കാം. തേയ്മാനം കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് എമൗണ്ട് കിട്ടുക. അപ്പോൾ GDP എന്ന് പറയുന്നത് NDP ആയിട്ട് മാറും. അപ്പോൾ നമുക്കിവിടെ അതല്ലെന്ന് മനസ്സിലായി. GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് പ്രൊഡക്റ്റ് ടാക്സ് കൂട്ടുന്നു. പ്രൊഡക്റ്റ് ടാക്സ് മാത്രം കൂട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല? ഈ പറഞ്ഞ GDP ആയിട്ട് ഫാക്ടർ കോസ്റ്റ് കിട്ടുമോ? ഇല്ല. ഇനി GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അല്ലെങ്കിൽ നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുക ചെയ്യുന്നത്. ഈ നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുമ്പോൾ നമുക്ക് എന്തായിരുന്നു കിട്ടുന്നത്? ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് മാറിയിട്ട് എന്തായിട്ട് മാറും? നാഷണൽ ആയിട്ട് മാറും. GDP എന്ന് പറയുന്നത് GNP ആയിട്ടാണ് മാറുന്നത്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മേഖല അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു ബൗണ്ടറിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. എന്നാൽ GNP എന്ന് പറയുന്നത് നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുമ്പോൾ എന്ത് കൂട്ടി? ബൗണ്ടറി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഒഴിവാക്കിയിട്ട് ആളുകളെ കൂട്ടാൻ തുടങ്ങി. ഇന്ത്യൻസ് ആയിട്ടുള്ള പുറത്തുള്ള ആൾക്കാരുടെ വരുമാനം ഇങ്ങോട്ട് കൂട്ടി ഇന്ത്യയിൽ നിന്ന് വരുമാനം സമ്പാദിക്കുന്ന വിദേശികളുടെ വരുമാനം കുറയ്ക്കുകയും ചെയ്തു. അതിനാണ് നമ്മൾ എന്ത് പറയുക? നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ GNP എന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഒന്ന് മനസ്സിലായി. ഇനിയുള്ള ഓപ്ഷൻ എന്താണ്? GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ച്. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് ഓർമ്മയുണ്ടാവും. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് കുറച്ചത്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് എമൗണ്ട് കൂട്ടിയിട്ട് സബ്സിഡി കുറയ്ക്കുന്നതിനാണ് എന്ത് പറയുക? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ശരിയാണോ നമുക്ക് നോക്കാം. മാർക്കറ്റ് പ്രൈസ് ഈസ് ദ പ്രൈസ് കൺസ്യൂമേഴ്സ് പേ ഇൻ ദ ഷോപ്പ് വിച്ച് ഇൻക്ലൂഡ്സ് ടാക്സ് ആൻഡ് ഇൻക്ലൂഡ്സ് സബ്സിഡീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഉത്തരം എന്തായിരുന്നു? തന്നെയാണ്. ഫാക്ടർ കോസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണോ അത് ബിഫോർ ദ ഗവൺമെന്റ് ആഡഡ് എന്ത് ടാക്സ് ആൻഡ് ഗിവിംഗ് സബ്സിഡീസ് ആണ്. ടു ഗെറ്റ് ബാക്ക് ടു ദ ഒറിജിനൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യണം? യു മസ്റ്റ് ടേക്ക് ദ മാർക്കറ്റ് പ്രൈസ് ആൻഡ് സബ്സ്ട്രാക്ട് ദ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മളിപ്പോൾ പറഞ്ഞ സെയിം ഫാക്ടർ തന്നെയാണ്, ഓർമ്മയുണ്ടാവും. എന്താണ്? മാർക്കറ്റ് പ്രൈസിൽ നിന്ന് മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് തമ്മിലുള്ള ബന്ധം. ഫാക്ടർ കോസ്റ്റിൽ നിന്ന് ടാക്സ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതായത് ടാക്സ് കൂട്ടുകയും സബ്സിഡി കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാർക്കറ്റ് പ്രൈസ് കിട്ടും. നേരെ തിരിച്ചിൽ നിന്ന് കുറച്ചാലോ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് വാല്യൂ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് സയന്റിഫിക് അറ്റംപ്റ്റ് ടു മെഷർ ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ ഇൻ 1931 വാസ് മെയ്ഡ് ബൈ. ആരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തത്? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത ആരാണ്? 1931. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റാണ് ഫസ്റ്റ് സയന്റിഫിക് അറ്റംപ്റ്റ്. പെട്ടെന്ന് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള സാധനമാണ്. ഇത് കാണുമ്പോൾ നമ്മൾ ചാടി കയറി ദാദാഭായ് നവറോജി എന്ന് കുത്തും. പക്ഷേ എന്താണ്? സയന്റിഫിക് അറ്റംപ്റ്റ് ആണ്. അപ്പോൾ ആരാണ്? VK റാവു ആണ് ഇന്ത്യയിൽ സയന്റിഫിക് ആയിട്ട് ഇത്തരത്തിലൊരു പഠനം നടത്തിയത്. എന്താണ്? വൈൽ ദാദാഭായ് നവറോജി വാസ് ദ ഫസ്റ്റ് ടു എസ്റ്റിമേറ്റ് ഇന്ത്യാസ് നാഷണൽ ഇൻകം. 1867-68 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് എടുക്കുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. പക്ഷേ ഇതൊരു അൺസയന്റിഫിക് അല്ലെങ്കിൽ നോൺ സയന്റിഫിക് മെത്തഡായിരുന്നു. പിന്നീട് 1931 Dr. VK Rao applied the first rigorous scientific statistical method to calculate the India's national income. He divided the Indian economy into two sectors, agriculture and corporate. പ്രധാനമായിട്ടും അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ട് ടു എൻഷർ എ മോർ ആക്യുറേറ്റ് മെഷർമെന്റ്. പ്രധാനമായിട്ടും സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ച വ്യക്തി VK Rao ആണ് 1931. അതിൽ അഗ്രികൾച്ചർ എന്നും കോർപ്പറേറ്റ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടാണ് റിഗ്രസ് ആയിട്ടുള്ള സ്റ്റഡി നടത്തിയത്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ് ദ നാഷണൽ ഇൻകം കമ്മിറ്റി ചെയർഡ് ബൈ പ്രൊഫസർ PC മഹലനോബി. സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തത് ദാദാഭായ് നവറോജി ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് സയന്റിഫിക് കാൽക്കുലേഷൻ നടത്തിയ VK Rao ആണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പ്രധാനമായിട്ടും ആദ്യമായിട്ട് പഠനം നടത്തുന്നത് പ്രൊഫസർ PC മഹലനോബിസ് ആണ്. നാഷണൽ ഇൻകം കമ്മിറ്റിയാണ് ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടത് 1949. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫോർത്ത് ക്വസ്റ്റൻ ആണ്. അസ്യൂം ദാറ്റ് എ കൺട്രി പ്രൊഡ്യൂസസ് ഓൺലി ബ്രെഡ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ്ഡ് 2000 യൂണിറ്റ്സ് ഓഫ് ബ്രെഡ് ഫോർ ദ ഇയർ 2010 അറ്റ് എ പ്രൈസ് ഓഫ് 25 per bread. In 2011, the total amount of bread it produced increased to 2,200 and the price was 30 per bread. Taking 2010 as a base year, what is the GDP deflator in percentage terms? കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു ചോദ്യമായിട്ട് തോന്നും, ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. GDP ഡിഫ്ലെക്ടർ എന്താണെന്ന് മാത്രം ഓർത്ത് വെച്ചിട്ടുള്ളവർക്ക് ഇക്വേഷൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നൊരു ഓർമ്മയൊക്കെ വരാനായിട്ട് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഒരു രാജ്യത്ത് 2000 യൂണിറ്റ് ഒരു ബ്രെഡ് മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ആ ബ്രെഡ് മാത്രം കൺസ്യൂം ചെയ്യുന്ന സ്ഥലത്ത് 2000 ബ്രെഡ് അവർ ഒരു വർഷം ഉണ്ടാക്കി. അപ്പോൾ അതിൽ 25 രൂപയ്ക്കാണ് അവർ ചാർജ് ചെയ്തത്. ഒരു വർഷം 2000 ബ്രെഡ് ഉണ്ടാക്കി, അതിൽ 25 രൂപയ്ക്കാണ് അവർ വിറ്റത്.
തൊട്ടടുത്ത വർഷം 2011 2011 അവർ 2200 ബ്രെഡിൻ്റെ എണ്ണം കൂട്ടി. ഇനി 30 രൂപ ബ്രെഡിൻ്റെ വിലയും കൂട്ടി 30 രൂപയാക്കി. ഇങ്ങനെയാണെങ്കിൽ 2010 ബേസ് ഇയർ ആയിട്ട് എടുക്കുക. 2010 ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത് എന്തിനാണെന്ന് അറിയണമെങ്കിൽ GDP ഡിഫ്ലേറ്റർ എന്താണെന്നുള്ളൊരു ബേസിക് ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ആൻഡ് വാട്ട് ഈസ് എ GDP ഡിഫ്ലേറ്റർ ഇൻ പെർസെൻറ്റേജ് ടൈംസ്? അപ്പോൾ GDP ഡിഫ്ലേറ്റർ എത്രയാണ്? പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ GDP ഡിഫ്ലേറ്റർ എന്താണെന്നാണ് ചോദ്യം. 20% ആണോ, 80% 100% 120% എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP ആണ് അല്ലേ? നോമിനൽ GDP നിന്നും റിയൽ GDP ഇൻറ്റു 100 ഈ പെർസെൻറ്റേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? GDP ഡിഫ്ലേറ്റർ കിട്ടുക. കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ് നമ്മൾ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. ടു ഫൈൻഡ് ദ GDP ഡിഫ്ലേറ്റർ യു നീഡ് ടു കമ്പയർ ദ നോമിനൽ GDP വിത്ത് റിയൽ GDP. നോമിനൽ GDP എന്ന് പറയുന്നത് കറണ്ട് പ്രൈസ് ആണെങ്കിൽ റിയൽ GDP എന്ന് പറയുന്നത് ബേസ് ഇയറിലെ ഒരു ഫിക്സഡ് പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ നോമിനൽ GDP കണ്ടുപിടിക്കണം. നോമിനൽ GDP എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൈസ്, അത് 2011 ആയപ്പോഴേക്കും 2200 ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്തു 30 രൂപയ്ക്ക് 66,000 രൂപയാണ് അപ്പോൾ കിട്ടിയത്. 66,000 രൂപ കിട്ടി. അതായത് എന്താണ്? ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് GDP എന്ന് പറയുന്നത്. 2200 പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി 30 രൂപയ്ക്ക് വിറ്റു. മൊത്തം ടോട്ടൽ എമൗണ്ട് അതിന് മണി വാല്യൂ എന്ന് പറയുന്നത് 66,000 രൂപയാണെന്ന് കിട്ടി. അതാണ് ഇപ്പോഴത്തെ പ്രൈസ്, അതായത് നോമിനൽ പ്രൈസ് എന്ന് പറയുന്നത്. റിയൽ GDP എന്ന് പറയുന്നത് നമ്മൾ 2200 രൂപ ഉണ്ടാക്കി, 2200 എണ്ണം ഉണ്ടാക്കി. അത് എപ്പോഴും നമ്മൾ റിയൽ GDP എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലേഷൻ പരിഗണിക്കാതെ ഒരു ഫിക്സഡ് വിലയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2011 ഇത് നടന്നതെങ്കിലും ബേസ് ഇയർ ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 2010 ആണ്. 2010 ഇതിന്റെ വില വെറും 25 രൂപ മാത്രമായിരുന്നു. അപ്പോൾ 25 ഇൻറ്റു 2200 ചെയ്യുമ്പോൾ 55,000 ആണ്. ബേസ് ഇയറിലെ പ്രൈസ് വെച്ചിട്ട് റിയൽ GDP കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വില എന്ന് പറയുന്നത് 55,000 രൂപയാണ്. അപ്പോൾ കറണ്ട് പ്രൈസ് ഇപ്പോഴത്തെ വില നോക്കുകയാണെങ്കിൽ 66,000 ആണ്. 2010 കഴിഞ്ഞ വർഷത്തെ വില വെച്ചായിരുന്നു നോക്കിയിരുന്നതെങ്കിൽ 55,000 രൂപയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. 66,000 ഡിവൈഡഡ് ബൈ 55,000 ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120%. 120% നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാനായിട്ട്, അത് GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യണമെന്ന് മനസ്സിലായോ? GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100 ആണ്. നോമിനൽ GDP ഇപ്പോഴത്തെ വില വെച്ചിട്ട് പ്രൊഡക്റ്റുകളുടെ എണ്ണം വെച്ച് കമ്പയർ ചെയ്യുക, കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ വെച്ച് കണ്ടുപിടിക്കാം. ഇനി റിയൽ GDP എന്ന് പറയുന്നത് ബേസ് ഇയർ ആയിട്ട് ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ടോ ആ ഇയറിലെ പ്രൈസ് ഇൻറ്റു പ്രൊഡക്റ്റുകളുടെ എണ്ണമാണ് 55,000 കിട്ടി. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും GDP ഡിഫ്ലേറ്റർ എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. മിനിസ്ട്രി ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ട്സ് ഇൻ ഇന്ത്യ. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയിലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ചെയ്യുന്ന മിനിസ്ട്രി ഏതാണെന്ന് ചോദ്യം. മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ആണോ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണോ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണോ, ഹോം അഫയേഴ്സ് ആണോ? ഇത് കറക്റ്റായിട്ട് അറിയുന്നില്ലാത്തവരാണെങ്കിൽ കൺഫ്യൂസിംഗ് ആവാം, പക്ഷേ ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഓപ്ഷൻ ബി ആണ്. ഇൻ ഇന്ത്യ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കാൽക്കുലേറ്റിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ദ നാഷണൽ ഇൻകം അക്കൗണ്ട്സ് ലൈ വിത്ത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. പ്രധാനമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് NSO ആണ്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. NSO അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. ദ മിനിസ്ട്രി എന്ന് പറയുന്നത് NSO ഫംഗ്ഷൻസ് അണ്ടർ ദ മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. മിനിസ്ട്രി ഏത് മിനിസ്ട്രിയിലാണ്? മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, MOSP അഥവാ മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ അടിയിലാണ് പ്രധാനമായിട്ട് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നാഷണൽ ഇൻകം അക്കൗണ്ട്സ് എന്ന് പറയുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിലാണ്. ഇതിനെ പരിഷ്കരിച്ച രൂപങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക. ഇപ്പോൾ കറന്റ് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഡാറ്റകളൊക്കെ പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അതിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നോട്ട് കറക്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബാക്കി 3 ശരിയായിരിക്കും. ഒന്നെങ്കിൽ നമുക്ക് തെറ്റ് ഏതെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി അത് തന്നെ കൊടുക്കാം. ഇനി ശരിയാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോൾ തെറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം നോക്കുക. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ GDP എല്ലാത്തിൻ്റെയും ആൻസറിൽ ഓപ്ഷനിൽ നോക്കുക. GDPയിൽ നിന്നുമാണ് കണ്ടുപിടിക്കുന്നത്, NNPയിൽ നിന്നുമാണ് കണ്ടുപിടിക്കുന്നത്, GNPയിൽ നിന്നുമാണ് കണ്ടുപിടിക്കുന്നത്, NNPയിൽ നിന്നുമാണ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ നിന്നും ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ആദ്യം കിട്ടുന്നുണ്ടോ നോക്കണം. GDPയിൽ നിന്നും NNP കിട്ടുന്നുണ്ടോ, NNPയിൽ നിന്നും NDP കിട്ടുന്നുണ്ടോ, GNPയിൽ നിന്നും NDP കിട്ടുന്നുണ്ടോ, NNPയിൽ നിന്നും GDP കിട്ടുന്നുണ്ടോ. ഇത് 4 ശരിയാണോ എന്ന് ആദ്യമേ ചെക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കുറേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക. പകരം ഒറ്റടി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ടൈം കൺസ്യൂം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തന്നെ മനസ്സിലാക്കുക. GDPയിൽ നിന്നും NNP കിട്ടുന്നുണ്ടോ? GDP ആയിട്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് പ്രൈസിൽ നിന്നും നമുക്കറിയാം, മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കുറയ്ക്കേണ്ടി വരും? ഈ പറയുന്ന ടാക്സ്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞത്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡിയാണ് വരുന്നത്. അപ്പം മാർക്കറ്റ് പ്രൈസ് നേരെ തിരിച്ചാൽ മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നമുക്ക് ഫാക്ടർ കോസ്റ്റിലേക്ക് തിരിച്ച് വരണം. അപ്പോൾ നമ്മൾ ഓൾറെഡി മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ടാക്സ് അടച്ച് കഴിഞ്ഞല്ലോ. അപ്പോൾ ടാക്സ് കുറച്ചാലേ പുറകോട്ട് വരുള്ളൂ. സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുക ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യണം? സബ്സിഡിയുടെ എമൗണ്ട് കൂട്ടണം. കാരണം ഗവൺമെൻറ് സബ്സിഡി കുറച്ച് പ്രൈസ് കുറയ്ക്കുക ചെയ്തത്. അപ്പോൾ ടാക്സ് കുറച്ച് സബ്സിഡി കൂട്ടണം. അപ്പോൾ ഇവിടെ ഓൾറെഡി മൈനസ് ടാക്സും
സബ്സിഡിയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്ലസ് ഈ പറയുന്ന ഗ്രോസിൽ നിന്ന് നാഷണലിലേക്ക് പോകണമെങ്കിൽ, ഗ്രോസിൽ നിന്ന് നെറ്റിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിപ്രസേഷൻ കുറയ്ക്കണം. ഈ ഡിപ്രസേഷൻ അവിടെ ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ ഗ്രോസിൽ നിന്ന് നാഷണൽ ആയിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റ് വരുന്നുണ്ട്, അതും ശരിയാണ്. ഇനി ഡൊമസ്റ്റിക്കിൽ നിന്ന് നാഷണൽ ആവണം, ഡിയിൽ നിന്ന് എൻ ആവണം. അതിന് ഡിപ്രസേഷൻ അല്ല കുറയ്ക്കേണ്ടത്, പകരം നെറ്റ് ഇൻകം ഫ്രം എബ്രോഡാണ് കുറയ്ക്കേണ്ടത്. ഡൊമസ്റ്റിക് ഏരിയയിൽ നിന്നും നാഷണലായിട്ട് നോക്കണം, ഇന്ത്യൻ നാഷണൽസിൻ്റെ കാര്യമാണ് നോക്കണമെങ്കിൽ എന്ത് കുറയ്ക്കണം? നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ കൂട്ടുന്ന സമയത്ത് എന്തേക്ക് മാറുന്നു? ഈ പറയുന്ന നാഷണലിലേക്ക് മാറുന്നു. അപ്പോൾ ഈ പറയുന്ന ഓപ്ഷൻ ശരിയാണെന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ്ലി നമുക്ക് കാണാൻ പറ്റും. നമ്മളത് ഫുൾ ചെക്ക് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓരോ ടേംസ് ആയിട്ട് നോക്കിയിട്ട് കാണാൻ പറ്റും. അതായത് നമ്മൾ ബേസിക്കായിട്ട് ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വരയ്ക്കുന്ന ഓരോ ടൈമിലും ഇപ്പോൾ GDP എന്ന് പറയുകയാണെങ്കിൽ, NNP എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിൽ ഓരോന്നിനും മീനിങ് ഉണ്ട്. ജീനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രോസ് ആണ്. ഗ്രോസിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഡിപ്രസേഷൻ കുറയ്ക്കണം. ഡൊമസ്റ്റിക്കിനെ കൺവേർട്ട് ചെയ്യണമെങ്കിലോ നെറ്റ് ഇൻകം ഫ്രം എബ്രോഡാണ് കുറയ്ക്കേണ്ടത്. ഇനി ഈ പറയുന്ന എന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇനി അതല്ല, മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും ആണെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിലാണ് വ്യത്യാസം വരിക. മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുകയും ഫാക്ടർ കോസ്റ്റിൽ നിന്ന് മാർക്കറ്റ് പ്രൈസിലേക്ക് കിട്ടാൻ വേണ്ടി നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടുകയുമാണ് ചെയ്തത്. ഈ ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇക്വേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത് ശരിയാണ്, നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ പറയാണ്, ഇനി NNPയിൽ നിന്നും NDP കിട്ടിയത്. NNPയിൽ നിന്ന് NDP കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്നും സെയിമാണ്, അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഇനി നെറ്റ് ഈ പറയുന്ന നാഷണൽ പ്രോഡക്റ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആയിട്ട് മാറി. നാഷണൽ ഡൊമസ്റ്റിക് ആയിട്ട് മാറണമെങ്കിൽ എന്താ പ്രധാനമായിട്ട് പ്രശ്നം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഡൊമസ്റ്റിക്കിൽ നിന്ന് കൂട്ടിയാലേ നമുക്ക് എന്ത് കിട്ടൂ? നാഷണൽ കിട്ടൂ. അപ്പോൾ നാഷണലിൽ നിന്ന് തിരിച്ച് ഡൊമസ്റ്റിക്കിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പുറത്തുനിന്ന് വരുന്ന വരുമാനം കുറയ്ക്കണം. നെറ്റ് പ്രൊഡക്റ്റ് പുറത്തുനിന്നും വരുന്ന വരുമാനം ഇവിടെ നിന്ന് അങ്ങോട്ട് കുറയ്ക്കുന്നതൊക്കെ കുറയ്ക്കണം. അങ്ങനെ നോക്കുമ്പോൾ നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് കുറയ്ക്കാൻ വേണ്ടത്. ഇവിടെ കുറച്ചിട്ടുണ്ട്. ഇവിടെ മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റുമാണ്. ഫാക്ടർ കോസ്റ്റിൽ നിന്ന് മാർക്കറ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടിയിട്ട് സബ്സിഡി കുറയ്ക്കണം. ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടിയിട്ട് സബ്സിഡി കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാ. ഇനി മൂന്നാമത്തെ നോക്കാം. ഇത് ഫാക്ടർ കോസ്റ്റ്, രണ്ട് ഫാക്ടർ കോസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? ടാക്സും സബ്സിഡിയുടെ ഒരു കണക്കിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഇവിടെ ടാക്സിൻ്റെയും സബ്സിഡിയുടെയും കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഫാക്ടർ കോസ്റ്റിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി ടാക്സും സബ്സിഡിയുടെ പരിപാടി നടത്തേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടർ കോസ്റ്റിൽ നിന്ന് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഇത് രണ്ടെങ്കിലും ഏതെങ്കിലും ചെയ്താലേ നമുക്ക് എന്തിൻ്റെ ആവശ്യമുള്ളൂ? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ആവശ്യമുള്ളൂ. ക്വസ്റ്റിനിൽ എവിടെയെങ്കിലും ഇൻഡയറക്റ്റ് ടാക്സും സബ്സിഡി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസമായിരിക്കണം എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫാക്ടർ കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യണം? ഫാക്ടറിയിലാണ് ഉണ്ടാക്കുന്നതെന്നും മാർക്കറ്റ് പ്രൈസ് മാർക്കറ്റിലേക്ക് എത്തുമ്പോഴാണെന്ന് മനസ്സിലാക്കുക. ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയ സാധനം മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും ടാക്സ് കൊടുക്കേണ്ടി വരും. അതിനകത്തുനിന്ന് സബ്സിഡി വരുന്ന ഗവൺമെൻറ് തരുന്ന സബ്സിഡിയുടെ എമൗണ്ട് നമുക്ക് കുറച്ച് കുറയ്ക്കാനും പറ്റും. കൂടാതെ നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഫാക്ടർ കോസ്റ്റിലേക്കാണ് വരുന്നതെങ്കിൽ, നേരെ തിരിച്ച് പുറകിലോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് സബ്സിഡി കിട്ടിയ എമൗണ്ട് കൂട്ടുകയും ടാക്സ് കിട്ടിയ എമൗണ്ട് കുറയ്ക്കുകയും ചെയ്താലേ പുറകിലോട്ട് ഫാക്ടർ കോസ്റ്റിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി എങ്കിലും നമുക്ക് ലാസ്റ്റത്തെ ഓപ്ഷൻ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് ഓപ്ഷനിൽ പ്രധാനമായിട്ടും വരുന്നത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസും ഇവിടെ NNP അറ്റ് മാർക്കറ്റ് പ്രൈസുമാണ്. രണ്ടിലും മാർക്കറ്റ് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ രണ്ടിലും മാർക്കറ്റ് പ്രൈസ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഈ പറയുന്ന നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റിന് നോക്കി അവിടെ നെറ്റിന് വേറൊരു കാൽക്കുലേഷനും വന്നിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ മൈനസ് ഇൻഡയറക്റ്റ് ടാക്സോ പ്ലസ് സബ്സിഡി ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് മാർക്കറ്റ് പ്രൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ കൺഫ്യൂഷൻ ഇല്ലെന്ന് മനസ്സിലായി. ഇനി GDP NNPയിൽ നിന്നും GDP ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ NNP ഉണ്ട്, അതിൽ നിന്നും GDPയിലേക്കാണ് വരേണ്ടത്. NNPയിൽ നിന്നും GDPയിലേക്കാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞു, ഈ ആദ്യത്തെ Nൽ നിന്നും Gയിലേക്ക് വരണമെങ്കിൽ അപ്പോൾ ഇവിടെ നെറ്റിൽ നിന്നും ഗ്രോസിലേക്കാണ് വരേണ്ടത്. നെറ്റിൽ നിന്നും ഗ്രോസിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കവിടെ ഡിപ്രസേഷൻ്റെ വ്യത്യാസമുള്ളത്. ഡിപ്രസേഷൻ ഗ്രോസിൽ നിന്നും നെറ്റിലേക്ക് വരണമെങ്കിൽ ഡിപ്രസേഷൻ കുറയ്ക്കുകയായിരുന്നെങ്കിൽ ഇവിടെ ഡിപ്രസേഷൻ എന്ത് ചെയ്യണം? കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ കറക്റ്റായിട്ട് ഡിപ്രസേഷൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ Gയുടെ Nൻ്റെ ഫസ്റ്റത്തെ വാല്യൂ കറക്റ്റായി. ഈ സാധനം കറക്റ്റായി. ഇനി Dയും Nനും ആണ്, നാഷണലും ഡൊമസ്റ്റിക്കും. ഇവിടെ നാഷണലിൽ നിന്ന് ഡൊമസ്റ്റിക്കാണ് കണ്ടുപിടിക്കേണ്ടത്. നാഷണലിൽ നിന്ന് ഡൊമസ്റ്റിക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതിവിടെ കറക്റ്റായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷനും ശരിയാണ്. കുറച്ച് കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുണ്ട്, പക്ഷേ വളരെ എളുപ്പമാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ടേം ബൈ ടേം ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം കണ്ടുപിടിക്കാം. ഇക്വേഷൻസ് മുഴുവൻ കാണാതെ പഠിച്ചിട്ട് ഒരിക്കലും പോയിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് ഇങ്ങനെ ഓരോന്നും പഠിച്ച് ഇത് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് മൊത്തം പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. പകരം വേർഡ് ബൈ വേർഡ് ആയിട്ട് ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് പഠിക്കുക. ഞാനിപ്പോൾ ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇപ്പോൾ GDP എന്ന് തന്നിരിക്കുന്നതിൽ നിന്നും NNP എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ അപ്പോൾ എന്ത് മനസ്സിലാക്കുക? Gയിൽ നിന്നും N എങ്ങനെ കണ്ടുപിടിക്കാം, Dയിൽ നിന്നും Nലേക്ക് എങ്ങനെ എത്താം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളും, മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും
ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെ ഒന്നുകൂടെ റീബൈൻഡ് കേട്ട് നോക്കുക. എന്നിട്ട് ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസ് തമ്മിലുള്ള ബന്ധം എങ്ങനെ മാറ്റിയെടുക്കാമെന്നും ഗ്രോസ് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞ രണ്ട് വാക്കുകളും നെറ്റ് നാഷണൽ എന്ന് പറയുന്ന രണ്ട് വാക്കുകളും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ വ്യത്യാസം മനസ്സിലാക്കുക. ഇതിൽ നിന്നും എങ്ങനെ കണ്ടുപിടിക്കാം, ഗ്രോസിനെ എങ്ങനെ നെറ്റാക്കാം, നെറ്റിനെ എങ്ങനെ ഗ്രോസ് ആക്കാം എന്നും നാഷണലിനെ ഡൊമസ്റ്റിക് എങ്ങനെ ആക്കാം, ഡൊമസ്റ്റിക്കിനെ എങ്ങനെ നാഷണൽ ആക്കാം, ഇത് തമ്മിലുള്ള വ്യത്യാസം മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ഗ്രോസ് നെറ്റ് തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായിട്ട് ഡിപ്രസേഷനിലാണ് വരുന്നതെങ്കിൽ നെറ്റും അതുപോലെ നാഷണലും അതുപോലെ ഡൊമസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായിട്ടും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കൂടാതെ മാർക്കറ്റ് പ്രൈസും അതുപോലെ ഫാക്ടർ കോസ്റ്റും പ്രധാനമായിട്ടും ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയ വസ്തുക്കളിലും പ്രധാനമായിട്ടും ടാക്സും സബ്സിഡിയാണ് മാറുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഏത് പ്രോബ്ലം വന്നാലും ഡിഗ്രി ലെവലിൽ വന്നാലും നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷൻ വീണ്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും എന്താണ്, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് റെപ്രസെൻറ്റ്സ് ഇൻകം ജനറേറ്റഡ് വിത്തിൻ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയുന്നത് എന്താണ്, ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബൗണ്ടറിയിൽ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ആളുകളും കാണും, പുറത്തുള്ള ആളുകളും കാണും. ടു ഗെറ്റ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഫ്രം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് യു ഓൺലി നീഡ് ടു സബ്സ്ട്രാക്ട് ഡിപ്രിസിയേഷൻ ആൻഡ് നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ്. എന്തിനാണ്, നെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഡിപ്രിസിയേഷനും കുറച്ചു, നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് ആക്കാൻ വേണ്ടി ഡൊമസ്റ്റിക്കിൽ നിന്നും എന്ത് ചെയ്തു മാറ്റാൻ വേണ്ടി നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ് എന്ത് ചെയ്തു നമ്മൾ കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ since the starting point is already factor cost, the additional adjustments for indirect taxes and subsidies which are used to convert market price to factor cost are mathematically incorrect and unnecessary. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഇക്വേഷൻ ബൈ ഇക്വേഷൻ ആയിട്ടാണ് ആദ്യം പറഞ്ഞത്. ആ ഒരു ഇക്വേഷൻ തന്നെ കേട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക, കുറച്ചും കൂടി മനസ്സിലായത്. സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് വായിച്ച് പഠിക്കുന്നതിനേക്കാളും ആ പ്രോബ്ലം വൈസ് തന്നെ ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചും കൂടി എഫക്റ്റീവ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് യഥാർത്ഥ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് നോക്കാം. NDP നമ്മൾ എന്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നു, ഗ്രോസിൽ നിന്ന് നെറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഡിപ്രിസിയേഷൻ ഉപയോഗിച്ചു. എന്നിൽ നിന്ന് ഡി, നാഷണലിൽ നിന്ന് ഡൊമസ്റ്റിക്, നെറ്റ് ഇൻകം ഫ്രം എബ്രോഡ്. രണ്ടും ഫാക്ടർ കോസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല. ആ ഒരു ഇക്വേഷനിൽ പഠിക്കുക, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7. റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസസ്. The expenditure as percentage of GDP on health and education by Government of India has been on an increase since 2015. ഓപ്ഷൻ ബി അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. The total expenditure as a percentage of GDP on health and education by Government of India has remained less than 8% since 2015. അപ്പോൾ നമുക്ക് രണ്ടും തമ്മിൽ കാണുമ്പോൾ ഒരു ചെറിയ ഇതായിട്ട് തോന്നാം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇത്തരത്തിലുള്ള ഡാറ്റകൾ പഠിക്കുക എന്നതാണ്. ഇതൊരു പഴയ ക്വസ്റ്റൻ ആയതുകൊണ്ട് പഴയ ഡാറ്റ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഒരു ട്രെൻഡാണ്, 2015 മുതലുള്ള ട്രെൻഡാണ്. ഇതുവഴി ഏത് വർഷം വേണമെങ്കിലുള്ള ട്രെൻഡ് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഇക്കണോമിക് സർവേ കഴിയുമ്പോഴുള്ള ട്രെൻഡ് മനസ്സിലാക്കുക. ഇക്കണോമിക് സർവേയിൽ നിന്നാണ് പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ഡാറ്റകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് രണ്ടും ശരിയാണോ രണ്ടും തെറ്റാണോ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഫാൾസും 2 ട്രൂ ആണ്. അപ്പോൾ എങ്ങനെയാണ് 1 ഫാൾസ് ആയത്? വൈൽ ദ ഗവൺമെൻറ് സ്പെൻഡിങ് ഓൺ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഹാസ് ജനറലി ഇൻക്രീസ്ഡ് ഫ്രം ഇൻ അബ്സല്യൂട്ട് ടൈംസ്. അതായത് ഗവൺമെൻറ് സ്പെൻഡിങ് എന്തിനു വേണ്ടിയിട്ട്, ഹെൽത്തിനും എഡ്യൂക്കേഷനും വേണ്ടിയിട്ടുള്ളത് പതുക്കെ കൂടുന്നുണ്ട്. പക്ഷേ ഇൻ അബ്സല്യൂട്ട് ടൈംസിൽ കൂടുന്നുണ്ട്. എങ്കിലും ഇറ്റ് ഹാസ് സ്റ്റാഗ്നേറ്റഡ് ഓർ ഫ്ലക്ച്വേറ്റഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് GDP റാദർ ദാൻ ഷോയിങ് എ കണ്ടിന്യൂസ് ഇൻക്രീസ് സിൻസ് 2015. അപ്പോൾ എമൗണ്ട് വൈസ് കൂടുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് 100 രൂപയാണെങ്കിൽ അടുത്ത ബജറ്റിൽ 102 ആയി, അടുത്ത ബജറ്റിൽ 103 ആയി. അങ്ങനെയാണ് കൂടുന്നതെങ്കിൽ GDPയുടെ ആനുപാതികമായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റാഗ്നേറ്റഡ് ആണ്. അതായത് GDP വളർന്നു, GDP ഒരു 20% വളർന്നെങ്കിൽ ഈ പറയുന്ന സ്പെൻഡിങ്ങിൻ്റെ എമൗണ്ട് 1% പോലും വളരുന്നില്ല. ആനുപാതികമായിട്ട് 100, 100, 102 ഇങ്ങനെ കൂടുന്നുള്ളൂ. പക്ഷേ GDP വളരുന്നുണ്ട്. GDP വളരുന്നതിന് ആനുപാതികമായിട്ട് എന്തിൻ്റെ സ്പെൻഡിങ് കൂട്ടുന്നില്ല, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ്റെ പൈസ കൂട്ടുന്നില്ലായിരുന്നു എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 ട്രൂ ആണ്. എങ്ങനെയാണ്? Despite the increase, the combined expenditure on health and education as a percentage of GDP has historically remained relatively low in India. ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കലി പരിശോധിക്കുകയാണെങ്കിൽ ഈ സെയിം ഡാറ്റ നമുക്ക് റിമൈനിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. While the government target as per the national education policy and the national health policy is much higher, the actual data expenditure has remained well below 8% since 2015. 2015 മുതൽ എന്താണ് ഈ പറയുന്ന പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ, അതായത് ഇവരുടെ പദ്ധതികൾ പ്രകാരം ഒരുപാട് കൂടുതലാണെങ്കിലും ഇതിൻ്റെ ആക്ച്വൽ ഫിഗർ എന്ന് പറയുന്നത് കുറവാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏത്? ഇത് ഈ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് നിന്നും കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നുകൂടെ നമ്മൾ ആൻസർ എക്സ്പ്ലനേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണോ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആണോ, ദേശീയ വികസന സമിതി അഥവാ NDC ആണോ, നിതി ആയോഗ് ആണെന്നാണ് ചോദ്യം.
അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്ന എ ആണ്. ഇന്ത്യയിൽ ദേശീയ വരുമാനവും അനുബന്ധ കണക്കുകളും തയ്യാറാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം പരമ്പരാഗതമായി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അഥവാ CSOയ്ക്കാണ്. ഇത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ എന്ന മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആദ്യ കാലഘട്ടത്തിൽ ഇത് CSO ആയിരുന്നു. ഏത് മിനിസ്ട്രിയുടെ അടിയിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MOSPI, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ്റെ അടിയിലാണ് വരുന്നത്. ഇപ്പോൾ CSOയും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ചേർന്നുകൊണ്ട് NSO എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിലവിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് CSO ആയിരുന്നു ഉത്തരം. NSO ആണ് ഇപ്പോൾ കമ്പൈൻഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് GST ആണ്. വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് പഠിച്ചിരിക്കണം. എപ്പോഴും നമ്മുടെ പൊളിറ്റിയിലാണെങ്കിലും ഇക്കണോമിക്സിലാണെങ്കിലും ഒക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ GSTയിൽ നിന്നുള്ള ക്വസ്റ്റൻ എന്തൊക്കെയാണെന്ന് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ക്വസ്റ്റൻ നമ്പർ 9, ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത താഴെ പറയുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ ശരിയായ വസ്തുതയാണ് കണ്ടെത്തേണ്ടത്. ഒരു ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രത്യക്ഷ നികുതിയാണ്. അപ്പോൾ തന്നെ മനസ്സിലായി, അല്ല, ഒരു പ്രത്യക്ഷ നികുതി അല്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചേർന്നാണ് നടപ്പിലാക്കുന്നത്. ശരിയാവാം. GST കൗൺസിലിന് അധ്യക്ഷം വഹിക്കുന്നത് ധനകാര്യമന്ത്രിയാണ്, കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. അതും ശരിയാവാം. അപ്പോൾ 2, 3 ആവാം പ്രോബബിളി ഇതിൻ്റെ ഉത്തരം. നോക്കാം. ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 തെറ്റാ. കാരണം എന്താ? GST എന്ന് പറയുന്നൊരു പരോക്ഷ നികുതി അല്ല, പരോക്ഷ നികുതിയാണ്. ഒരു ഡയറക്റ്റ് ടാക്സ് ആണെന്ന ക്വസ്റ്റിൽ പറഞ്ഞിരുന്നത്. ഡയറക്റ്റ് ടാക്സ് അല്ല, പരോക്ഷ നികുതിയാണ്. പ്രത്യക്ഷമല്ല, പരോക്ഷമാണ്. ഉപഭോക്താക്കൾ സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് ഈ നികുതി പ്രധാനമായിട്ടും നൽകുന്നത്. നമ്മൾ ഏതെങ്കിലും കടയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാക്കറ്റോ സാധനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിനകത്ത് എന്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും? GST ആഡ് ചെയ്തിട്ടുണ്ടാവും. അതാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് കൊടുക്കുന്നത്. ഇൻസിഡൻറ്റ് നമ്മുടെ അടുത്താണ് വരുന്നത്. നമ്മളല്ല ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്, വേറൊരാളാണ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്. പ്രസ്താവന 2 ശരിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചേർന്നാണ് GST നടപ്പിലാക്കുന്നത്. ഇതിൽ കേന്ദ്ര GST അഥവാ CGST, സംസ്ഥാന GST അഥവാ SGST, സംയോജിത GST അഥവാ IGST എന്നിങ്ങനെ പല വിഭാഗങ്ങളുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. 2 സംസ്ഥാനം കേന്ദ്രം കൂടി ചേർന്നാണ് നടപ്പിലാക്കുന്നത്. പക്ഷേ ഇതൊരു പരോക്ഷ നികുതിയാണ്. പ്രസ്താവന 3 ശരിയാവുന്നത് എന്തുകൊണ്ടാണ്? GST കൗൺസിലിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാർ ഈ കൗൺസിലിലെ അംഗങ്ങളായി പ്രവർത്തിക്കുന്നു. അപ്പോൾ GST കൗൺസിലിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരെ കൗൺസിലിലെ മെമ്പേഴ്സായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബി, 3ാമത്തെ ഓപ്ഷനും ശരിയാണ്. 2, 3 ആണ് ശരി. അടുത്താണ് ക്വസ്റ്റ്യൻ നമ്പർ 10. 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന GSTയിൽ ലയിക്കപ്പെടാത്ത നികുതി ഏത്? നമുക്കറിയാം 2020 ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഡേറ്റ് പരമായിട്ടായിരുന്നു, ബേസിക് ആയിരുന്നു. പിന്നീട് വന്ന ചോദ്യങ്ങൾ കുറച്ചും കൂടി കയറി വരുന്നുണ്ട്. കാരണം GST കുറച്ചുകൂടി പരിഷ്കരിച്ച് വരികയാണ്. അപ്പോൾ ഓരോ വർഷം നോക്കുമ്പോൾ കുറച്ചുകൂടി ഡാറ്റ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2017 ജൂലൈ 1 ഇന്ത്യയിൽ GST നിലവിൽ വന്നത്. അപ്പോൾ ഇതിൽ ലയിക്കപ്പെടാതിരുന്ന നികുതി ഏതാണ്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടിയാണോ, കേന്ദ്ര വിൽപ്പന നികുതിയാണോ, സേവന നികുതിയാണോ, ആദായ നികുതിയാണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇതിൽ ലയിക്കപ്പെടുന്ന നികുതികളെല്ലാം നിലവിലുണ്ടായിരുന്ന ഇൻഡയറക്റ്റ് ടാക്സുകൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ആദായ നികുതി ആവാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ. അപ്പോൾ ആൻസർ സി ആണ് വരുന്നത്. GST എന്നത് ചരക്കുകൾക്കും സേവനങ്ങൾക്കും മേൽ ചുമത്തുന്ന ഒരു പരോക്ഷ നികുതിയാണ്. കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ഉണ്ട്, അത് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ഉണ്ട്, ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സുകളുണ്ട്. ഇത്തരത്തിലുള്ള നികുതികളെല്ലാം ഇതിൽ വരുന്നു, ഇതിൽ GSTയിൽ ലയിക്കുന്നു. അതായത് എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, വിൽപ്പന നികുതി തുടങ്ങിയവയെല്ലാം ഇതിൽ ലയിപ്പിക്കുന്നു. എന്നാൽ വ്യക്തികളുടെ വരുമാനത്തിന് മേൽ ചുമത്തുന്ന ആദായ നികുതി ഒരു പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്റ്റ് ടാക്സ് ആണ്. ഇത് GSTയുടെ പരിധിയിൽ വരുന്നില്ല. ഓക്കെ, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. 11ാമത്തെ ക്വസ്റ്റൻ ആണ്. GST ഈസ് എ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ബേസ്ഡ് ഓൺ. എന്തിലാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്? ഇതൊരു ഡെവലപ്മെൻറ്റ് ടാക്സ് ആണോ, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണോ, ഡ്യൂറേഷൻ ബേസ്ഡ് ടാക്സ് ആണോ, ഡെസ്റ്റിനി ബേസ്ഡ് ടാക്സ് ആണോ? ഇത് എന്തിൽ ബേസ് ചെയ്തിരിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തായാലും ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ്. എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈസ് ക്യാരക്ടറൈസ്ഡ് ആസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. എന്താണത്? Because it is collected by the state where the final consumption of goods and services occurs. GST എവിടെയാണ് മേടിക്കുന്നത്? ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുമ്പോൾ പ്രോഡക്റ്റ് എവിടെ എത്തിച്ചേരുന്നോ അവസാനം എവിടെയാണോ അവിടെ വെച്ചാണ് ഇത് എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന പ്രോഡക്റ്റുകളെല്ലാം ഇവിടെ കൺസ്യൂം ചെയ്യുമ്പോൾ കേരളമാണ് ഈ തരുന്ന ഇതൊക്കെ വാങ്ങുന്നത്, GST കളക്ട് ചെയ്യുന്നത്. കോൺട്രാസ്റ്റ്, ദിസ് ഡിഫേഴ്സ് ഫ്രം ദ പ്രീവിയസ് ഒറിജിൻ ബേസ്ഡ് ടാക്സ് സിസ്റ്റം where taxes were collected by the state where the goods were manufactured or sold from. എവിടെ നിന്നാണോ പണ്ട് കാലഘട്ടത്തിൽ എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്നായിരിക്കും ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആയിട്ട് മാറി എന്ത്, GST. ഈ മെക്കാനിസം എന്താണ്? Under this principle, the revenue from a transaction involving interstate trade (IGST) eventually accrues to the consuming state rather than the producing state. പ്രധാനമായിട്ടും IGST ആയിട്ട് ബന്ധപ്പെട്ട് കോൺട്രവേഴ്സികൾ വന്ന എന്തായിരുന്നു?
എന്തെങ്കിലും പ്രൊഡക്ഷൻ നടത്തുന്ന സ്ഥലങ്ങൾക്ക് പ്രൊഡക്ഷനേക്കാളും കൂടുതൽ എവിടെയാണ് എത്തിച്ചേരുന്നത് ആ ഒരു ഡെസ്റ്റിനി ബേസ്ഡ് സ്ഥലങ്ങളിലായിരുന്നു ഇത് പ്രധാനമായിട്ട് വിറ്റഴിച്ച സ്ഥലങ്ങളിൽ ഇതിന് ടാക്സ് മേടിക്കാൻ അനുമതി വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കോൺട്രവേഴ്സി ഉണ്ട്. പക്ഷേ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് മെക്കാനിസങ്ങൾക്കൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇത് ടാക്സ് കളക്ട് ചെയ്യുന്നത് എവിടെയാണോ വിൽക്കപ്പെടുന്നത് ആ സംസ്ഥാനങ്ങൾക്കായിരിക്കും ഇത് വാങ്ങാനുള്ള അധികാരം, ടാക്സ് വാങ്ങാനുള്ള അധികാരം എന്ന് പറയുന്നത് GSTയുടെ പ്രത്യേകതയാണ്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആയിരുന്നു. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത് പ്രധാന ഇക്വേഷൻസ് ആണ്. അതായത് നമ്മുടെ ഇൻകമായിട്ട് ബന്ധപ്പെട്ട്, നാഷണൽ ഇൻകമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷൻസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെറുതെ കാണാപ്പാടം പഠിക്കാതെ ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി എങ്ങനെയാണ് ഗ്രോസ് നാഷണൽ ഇൻകം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്. അതൊന്ന് ലോജിക്കലി ആലോചിച്ചിരുന്ന് ചെയ്ത് നോക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക. GST ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും അഡ്വാൻസ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റുകൾ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വീണ്ടും ഒരു പുതിയ ടോപ്പിക്കായിട്ട് 2021 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതായിരിക്കും. നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.